കഴിഞ്ഞ 9 മാസമായി ശാസ്ത്രലോകത്തിന്റെ മുന്നിൽ പുകഞ്ഞു നിന്ന അനിശ്ചിതത്വത്തിനാണ് ഇന്ന് പുലർച്ചെയോടെ പര്യവസാനമുണ്ടായത്. ഒരാഴ്ചയുടെ പരീക്ഷണങ്ങൾക്ക് മാത്രം ലക്ഷ്യമിട്ട് ബഹിരാകാശ നിലയത്തിലെത്തിയ നാസയുടെ യാത്രികർ സുനിത വില്യംസും ബുച്ച് വിൽമോറും 9 മാസത്തോളം അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 5-ന് ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിലാണ് ബുച്ച് വിൽമോറും ഇന്ത്യൻ വംശജ കൂടിയായ സുനിത വില്യംസും ബഹിരാകാശ നിലയത്തിലെത്തിയത്. ജൂൺ 6-ന് നിലയത്തിലെത്തി പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ട ഇരുവരും 8 ദിവസത്തിനു ശേഷം തിരികെ ഭൂമിയിലേക്ക് എത്തുമെന്നാണ് നാസ അറിയിച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക തകരാറുകൾ നിമിത്തം തിരിച്ചുവരവ് മുടങ്ങി. പിന്നീട് ഇരുവരെയും തിരികെ എത്തിക്കുമെന്ന അറിയിപ്പുകൾ അടിക്കടി പുറത്തു വന്നെങ്കിലും അതിന് 9 മാസത്തോളം കാത്തിരിക്കേണ്ടി വന്നു. നാസ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തെ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം, വളർച്ച, ജീവിതം എന്നിവ പഠിക്കാനും നിലയത്തിന്റെ അറ്റകുറ്റപ്പണിക്കും വേണ്ടിയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും സ്റ്റാർലൈനറിൽ ബഹിരാകാശ നിലയത്തിലെത്തിയത്. യാത്രികരെ ബഹിരാകാശ നിലയത്തിലെത്തിക്കുന്നതിന് നാസ തിരഞ്ഞെടുത്ത 2 ഏജൻസികളാണ് ബോയിങ്ങും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സും. വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ ബോയിങ് ക്രൂ ഫ്ലൈ ടെസ്റ്റ് എന്ന പേരിൽ നാസയുമായി ചേർന്നുള്ള ദൗത്യത്തിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത്. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ജൂൺ 14-ന് US-ലെ മരുഭൂമിയിൽ തിരികെ ഇറങ്ങാനായിരുന്നു നാസയുടെ പദ്ധതി. എന്നാൽ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ സാങ്കേതിക തകരാർ പ്രതീക്ഷകളെ തകിടം മറിച്ചു. തകരാർ പരിഹരിക്കാനുള്ള ഓരോ ശ്രമവും പരാജയപ്പെട്ടതോടെ ശാസ്ത്രലോകം ആശങ്കയിലായി. മറ്റൊരു പേടകം അയച്ച് ഇരു യാത്രികരെയും തിരികെ എത്തിക്കണമെന്ന നിരീക്ഷണം പല വിദഗ്ധരിൽ നിന്നുണ്ടായെങ്കിലും നിയമബന്ധിതമായി അക്കാര്യം നടത്താൻ നാസയ്ക്കോ അമേരിക്കൻ ഭരണകൂടത്തിനോ സാധിച്ചില്ല. ഒടുവിൽ 2024 സെപ്റ്റംബർ 6-ന് ആളില്ലാത്ത സ്റ്റാർലൈനർ പേടകം തിരിച്ചെത്തിയെങ്കിലും സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി. 2 യാത്രികർ അനിശ്ചിതമായി ബഹിരാകാശ നിലയത്തിൽ തുടരുമ്പോഴും അവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് വേഗം ലഭിക്കാത്തതിനും തിരിച്ചടി നേരിട്ടതിനും രാഷ്ട്രീയ ബിസിനസ് കാര്യങ്ങളും അമേരിക്കയിലുണ്ടായി എന്നതാണ് വസ്തുത. നാസയുടെ വാണിജ്യ പങ്കാളിയായ ബോയിങ്ങും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സും തമ്മിലുള്ള കിടമത്സരം ദൗത്യത്തെ ബാധിച്ചു എന്ന് വേണം കരുതാൻ. ബഹിരാകാശ യാത്രികർ കുടുങ്ങിയ സംഭവത്തിന് രാഷ്ട്രീയ മാനം നൽകാനുള്ള ബോധപൂർവമുള്ള ശ്രമവും ഇതിനിടയിലുണ്ടായി. ബോയിങ്ങിന്റെ പേടകത്തിൽ പോയ യാത്രികരെ തിരികെ കൊണ്ടുവരാൻ സ്പേസ് എക്സ് സന്നദ്ധത അറിയിച്ചിരുന്നെങ്കിലും നാസയോ ജോ ബൈഡൻ സർക്കാരോ താൽപ്പര്യം കാണിച്ചില്ല എന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞത്. യാത്രികരെ ബഹിരാകാശത്ത് ഉപേക്ഷിച്ചു എന്ന ഗൗരവ ആരോപണമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ഉയർത്തിയത്. എന്നാൽ സാങ്കേതിക നടപടികൾ മാത്രമാണ് മടങ്ങിവരവ് വൈകുന്നതിൻ്റെ കാരണമെന്നാണ് നാസയും വൈറ്റ് ഹൗസും പറഞ്ഞത്. അമേരിക്കയിലെ ഭരണമാറ്റം ബഹിരാകാശ യാത്രികരുടെ കാര്യത്തിൽ ഗുണപരമായി മാറിയെന്നാണ് ഒടുവിലെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ബോയിങ്ങിന് പകരം സ്പേസ് എക്സ് തങ്ങളുടെ പേടകം അയച്ചാണ് 2 യാത്രികരെയും ഭൂമിയിലെത്തിക്കാൻ തയ്യാറായത്. എന്തായാലും ഇരു കമ്പനികളുടെയും ബിസിനസ് നിലപാടുകളെക്കാൾ രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിലാണ് ബഹിരാകാശ യാത്രികരുടെ മടക്കം ഇത്രയും നീണ്ടതെന്ന വസ്തുത ഒട്ടും ആശ്വാസ്യമല്ല. അതിരുകളില്ലാത്ത ആകാശത്തിൽ അനന്തമായ ശാസ്ത്രാന്വേഷണം ജീവിത വൃഥമാക്കിയ ബഹിരാകാശ സഞ്ചാരികളിൽ എന്തുകൊണ്ടും അടയാളപ്പെടുത്തപ്പെട്ട പേരായി ഇന്ത്യയിലെ ഗുജറാത്തിൽ വേരുകളുള്ള സുനിത വില്യംസ് മാറി. ബഹിരാകാശത്ത് അവർ കൈവരിച്ച നേട്ടങ്ങൾ ശാസ്ത്രലോകത്തിന് എക്കാലവും വിലപ്പെട്ടതാണ്. 1998-ൽ ആണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായി സുനിത വില്യംസ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2006 ഡിസംബറിൽ നാസയുടെ ബഹിരാകാശ വാഹനമായി ഡിസ്കവറിയിലാണ് സുനിത വില്യംസ് ആദ്യമായി ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്തത്. ഇതുവരെയായി വിവിധ ഘട്ടങ്ങൾ യാത്രകൾ വഴി ബഹിരാകാശത്ത് 322 ദിവസത്തിലേറെ സുനിത വില്യംസ് ചെലവഴിച്ചിട്ടുണ്ട്. ഇത്രയേറെ തവണ യാത്ര ചെയ്യുകയും ബഹിരാകാശ നിലയത്തിൽ താമസിക്കുകയും ചെയ്യുക വഴി ഏറ്റവും പരിചയസമ്പന്നയായ ബഹിരാകാശ യാത്രികയാവും സുനിത വില്യംസ്. ഇത്രയേറെ തവണ യാത്ര ചെയ്യുകയും ബഹിരാകാശ നിലയത്തിൽ താമസിക്കുകയും ചെയ്യുക വഴി ഏറ്റവും പരിചയസമ്പന്നയായ ബഹിരാകാശ യാത്രികരിൽ ഒരാളായി സുനിത വില്യംസ് മാറി. ബഹിരാകാശത്ത് 9 തവണ നടക്കാനും സുനിത വില്യംസിന് കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഒരാഴ്ചക്കാലത്തേക്കുള്ള ദൗത്യവുമായി ബഹിരാകാശ നിലയത്തിലെത്തി 9 മാസത്തോളം കുടുങ്ങിയപ്പോഴും 2 തവണ അവർ പേടകത്തിന് പുറത്തിറങ്ങി നടന്നു. നാസയുടെ തന്നെ പെഗി വിൻസെന്റിന്റെ റെക്കോർഡ് മറികടന്ന സുനിത ആകെ 10 ബഹിരാകാശ നടത്തങ്ങളിലായി 62 മണിക്കൂർ 6 മിനിറ്റ് എന്ന റെക്കോർഡിനും ഉടമയായി. ഏറ്റവും കൂടുതൽ ബഹിരാകാശ നടത്തം എന്ന റെക്കോർഡിനൊപ്പം
ഏറ്റവും ദൈർഘ്യമേറിയ ഒറ്റ ബഹിരാകാശ ദൗത്യയാത്ര എന്ന റെക്കോർഡും അവർക്ക് സ്വന്തമാണ്. സുനിത വില്യംസും ബുച്ച് വിൽമോറും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഏറെയായിരുന്നു. കഠിന പരിശീലനങ്ങൾക്കു ശേഷമാണ് ബഹിരാകാശ യാത്രികർ യാത്ര പുറപ്പെട്ടത്. ആഴ്ചകളും മാസങ്ങളും ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞ യാത്രികർ തിരികെ എത്തിയാലും ശാരീരിക ക്ഷമത വീണ്ടെടുക്കാൻ ഏറെ സമയമെടുക്കും. സാധാരണ മനുഷ്യർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചാണ് ബഹിരാകാശ ഗവേഷകർ തങ്ങളുടെ രാജ്യത്തിനും ലോകത്തിനും വേണ്ടിയുള്ള ശാസ്ത്രാന്വേഷണത്തിന് ആകാശങ്ങൾക്കപ്പുറം പറന്നത്. അത് കേവലം ഒരു യാത്രയല്ല, മനുഷ്യന്റെ മുന്നോട്ടുള്ള യാത്രയുടെ മുന്നൊരുക്കമാണ്. സ്ഥാപിത താൽപ്പര്യങ്ങൾക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കുമായി അവരുടെ ദൗത്യങ്ങളെ ദുർബലമാക്കുന്നത് മാനവരാശിയോടുള്ള മാപ്പില്ലാത്ത അപരാധമാണെന്നുകൂടി ഓർക്കേണ്ടതുണ്ട്.